യേശുവേ നന്ദി. എൻ്റെ പേര് ഷാലി. എൻ്റെ വീട് ആനന്ദപുരം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. എൻ്റെ ഭർത്താവും കൂടി ഇവിടെ വന്ന് പട്ടാത്തച്ഛനെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അന്ന് അച്ഛൻ പറഞ്ഞിരുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന്. ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ദമ്പതികളുടെ ധ്യാനം കൂടി 14 ചൊവ്വാഴ്ചകളിൽ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. എനിക്ക് പറ്റാവുന്ന സമയങ്ങളിൽ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞങ്ങൾക്കൊരു കുഞ്ഞിന് ജന്മം നൽകുവാൻ സാധിച്ചു. പിന്നെ ഒരു സാക്ഷ്യം കൂടി പറയാനുണ്ട്. എൻ്റെ ചേച്ചിയുടെ നാവിൻ്റെ തുമ്പിൽ ഒരു ഉണർവ് ഉണ്ടായിരുന്നു. അത് ഡോക്ടർമാരെ കണ്ടപ്പോൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ഒരുപാട് വേദനിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ നാവിൻ്റെ തുമ്പിലെ ആ ഉണര് മുറിച്ച് ടെസ്റ്റിന് വിട്ടിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞാനിവിടെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു. യാതൊരു വക കുഴപ്പവും കൂടാതെ ആ ടെസ്റ്റ് വിജയിച്ചു. ഒരു കുഴപ്പം, അത് ക്യാൻസർ അല്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇപ്പോൾ ക്യാൻസർ ആണ് എന്ന് വിചാരിച്ച് ആരൊക്കെയോ ഈ ജെറൂസലം വിഷന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് വലത് കരമുയർത്തിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ ഒന്ന് നിറയണമേ. കർത്താവേ, ക്യാൻസർ രോഗത്തെ രോഗാണുക്കൾ നീ നിർവീര്യമാക്കുവാൻ നിനക്ക് കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന ഏതോ ഒരു മകളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശത്തിൽ കാണിക്കുന്നുണ്ട്. കൈയിലടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞ് പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമെൻ രക്ഷകൻ നാമത്തിന്. പ്രിയപ്പെട്ടവരെ, 18 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞുണ്ടായ സാക്ഷ്യമാണ് ഇപ്പോൾ തന്നെ നമ്മൾ കേട്ടത്. 18 വർഷത്തിന് ശേഷം കുഞ്ഞുണ്ടാകുന്നതിന് വേണ്ടി അവർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞുണ്ടായി എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. പക്ഷേ താമസമുള്ള ധ്യാനത്തിൽ കൂടുന്നു, 16 വെള്ളിയാഴ്ചകൾ മുടക്കം കൂടാതെ ഒന്ന് പ്രാർത്ഥിക്കുന്നു, ജീവിതത്തിൽ നവീകരണം കൈവരിക്കുന്നു. അതിന്റെ ഫലമായി ദൈവം നൽകിയ ഒരു കുഞ്ഞാണ് ഇപ്പോൾ അൾത്താരയിൽ അമ്മയുടെ കരങ്ങളിലിരിക്കുന്ന മരിയ റോസ്. ഒന്ന് കരങ്ങൾ ഉയർത്തിയടിച്ച്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ ഓർത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മുഖത്തപ്പെടുന്നു. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമെൻ രക്ഷകൻ നാമത്തിന്. രക്ഷകൻ നാമത്തിന്. രക്ഷകൻ നാമത്തിന്. സാക്ഷ്യം നൽകുന്നു ഐറിൻ റയിച്ചു. എൻ്റെ പേര് സോഫി, വീട് തൃശ്ശൂർ. എൻ്റെ മകൾ ഐറിന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. മകൾക്കിടയ്ക്കിടെ വയറുവേദന വരുമായിരുന്നു. ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ ഓവറി ചെറിയ സിസ്റ്റ് വളരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ധാരാളം മരുന്നുകൾ കഴിച്ചിട്ടും കുറവുണ്ടായിരുന്നാലും ഇവിടെ വന്ന് ജെറുസലേമിൽ വന്ന് പട്ടത്തച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. പട്ടത്തച്ഛനൊരു പ്രാർത്ഥന 33 പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞു. ഒരു മിഠായിയും തന്നിരുന്നു. ഈശോയെ, അങ്ങേ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശദീകരിച്ച് എൻ്റെ രോഗത്തെ പൂർണ്ണമായി സുഖപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു അത്. ആ പ്രാർത്ഥന നിലവിളക്കിലെ എണ്ണ വയറുമ്മൽ പുരട്ടി 33 പ്രാവശ്യം ചൊല്ലി. 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഓവറിൽ യാതൊരു കുഴപ്പവുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇവിടെ 2 കാര്യങ്ങളാണ്. കർത്താവിന് പ്രവർത്തിക്കാൻ നിസ്സാരങ്ങളായ കാര്യങ്ങൾ മതി. ഒരു മിഠായിയും നിലവിളിക്കലെ എണ്ണയും എത്രയോ നിസ്സാരമായ കാര്യങ്ങളാണ്. ഓപ്പറേഷൻ നിശ്ചയിച്ച് ഓവറിൽ ഈ കുഞ്ഞുമകൾക്ക് അതിൻ്റെ ഒരു കാര്യമില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തത്. എത്ര തീക്ഷ്ണതയോടെ ആ പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധാലുവാകുന്നുവോ, പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അച്ഛൻ ഓരോ പ്രാർത്ഥന കൊടുത്ത് ഇപ്പൊ ചെല്ലുന്നുണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയിലല്ല, ആ പ്രാർത്ഥനയുടെ പിറയിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയും പൂർണ്ണമായി സൗഖ്യം നൽകുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ് ധാരാളമായി ഓരോ ആഴ്ചകളിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇയാൾ താരയിൽ പറയുന്നത് ഇതാ ഐറിൻ. എത്രാം ക്ലാസ്സിലാണ് ഐറിൻ പഠിക്കുന്നത്? ഏത് സ്കൂളില്? വേദന എന്തുമാത്രം വേദന ഉണ്ടാവാറായി?
നല്ലോണം ഉണ്ടായി. പ്രാർത്ഥിച്ചു യേശുവിനോട്, സൗഖ്യം കിട്ടി. ശക്തമായി അമ്മയും മകളും കൂടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ സൗഖ്യം കിട്ടിയത്. കരങ്ങളടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തിന് നന്ദി പറയാം. ഒരു സാക്ഷ്യം കൂടിയും അമ്മയ്ക്കുണ്ടെന്ന് കേട്ടോട്ടെ. എൻ്റെ മൂന്നാമത്തെ മകൾക്ക് ജനിക്കുമ്പോൾ തന്നെ കവളത്തൊരു മറുകുണ്ടായിരുന്നു. നിലവിളക്കിലെ എണ്ണ പുരട്ടി മാതാവിനോട് മാധ്യസ്ഥപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ മറുക് പൂർണ്ണമായും മാറി കിട്ടി. കവിളത്തെ മുഖക്കുരു മാത്രമല്ല, മറുക് പോലും മാറ്റാനായിട്ട് നിലവിളക്കിലെ എണ്ണയ്ക്ക് കഴിയുന്നു എന്നുള്ള സാക്ഷ്യമാണ് കേട്ടത്. കയ്യിലടിച്ച കഥയോട് നന്ദി പറയാം. നമുക്ക് സാക്ഷ്യം നൽകുന്നു മീവൽ റോസ്. എൻ്റെ പേര് ഡൽജി, വീട് അരനാട്ടുകര. ഞാൻ കല്യാണം കഴിഞ്ഞ് 2 വർഷങ്ങൾക്ക് ശേഷം പ്രഗ്നൻ്റായി. അതിൽ ആദ്യത്തെ സ്കാനിങ്ങിൽ എനിക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. പിന്നീട് 15 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വയറുവേദന വന്നു. അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ സ്കാൻ ചെയ്തപ്പോൾ ഈ ഉണ്ണി എൻ്റെ യൂട്രസിലും പിന്നെ ലെഫ്റ്റ് ഫാലപ്പിൻ ട്യൂബിൽ വേറൊരു കൊച്ചുണ്ടായി. അത് ഇങ്ങനെ യൂട്രസിലേക്ക് എത്തിയില്ല. അതിന് മുന്നേ അവിടെ തടഞ്ഞു നിന്നു. അങ്ങനെ ഡോക്ടർ അത് അന്ന് ആദ്യത്തെ സ്കാനിങ്ങിൽ കണ്ടില്ല. പിന്നീടാണ് വയറുവേദന വന്നപ്പോഴാണ് അത് കണ്ടുപിടിച്ചത്. അത് റിമൂവ് ചെയ്തു, ലെഫ്റ്റ് ഫാലോപ്പിൻ ട്യൂബ് ഇവളെ യൂട്രസിൽ വെച്ചിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവളുണ്ടാവില്ല എന്ന്. ഉണ്ടാകില്ല എന്ന് വിധി എഴുതിയ കുഞ്ഞാണ് ഇപ്പോൾ ഈ അപ്പന്റെ കയ്യിൽ ഇരിക്കുന്നതിൽ കാണണം. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനമെടുക്കുന്നത് കർത്താവാണ്. ആ കർത്താവിന്റെ കരുണയാണ് എന്ന് കുഞ്ഞായി. എന്നിട്ട് എന്തുണ്ടായി? അങ്ങനെ അപ്പച്ചൻ ഇത് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, പിന്നെ റെസ്റ്റ് ആയിരുന്നു. അങ്ങനെ 13 ആഴ്ച ഇവിടെ വന്ന് നിയോഗം വന്ന് വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ജൂൺ മാസത്തില് സിസേറിയനിൽ കൂടെ ഉണ്ണീനെ എടുത്തു. സൗകര്യമുള്ളപ്പോൾ വരുന്ന കുറെ ആളുകളുണ്ട്. ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് സംലഭ്യമായി തീരണമെങ്കിൽ സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം, തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം, ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ദൈവം പ്രാർത്ഥന കേൾക്കുക എന്ന് എൻ്റെ മക്കളെ അറിയിക്കുകയാണ്. ഈ വലിയ സ്നേഹ സമ്മാനത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രാർത്ഥനയിലൂടെ കിട്ടിയ കുഞ്ഞിനെ നമുക്ക് ദൈവത്തിന്റെ കരങ്ങൾ സമർപ്പിക്കാം. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാം. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. യേശുവിൻ നാമത്തിന്. യേശുവിൻ നാമത്തിന്. സാക്ഷ്യം നൽകുന്നു ജോളി. എൻ്റെ അപ്പച്ചന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയാൻ ഇവിടെ നിൽക്കുന്നത്. യേശുവിന് നന്ദി, യേശുവിന് സ്തുതി. കഴിഞ്ഞ വ്യാഴാഴ്ച എന്തുണ്ടായി ജോളി? പട്ടത്തച്ഛൻ കുരീച്ചിറ വന്നിരുന്നു. ഒരു പ്രേക്ഷിതയുടെ അമ്മയ്ക്ക്, മരണാസന്നയായി കിടക്കുന്ന അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. ആ സമയത്ത് ഞാൻ എൻ്റെ അപ്പച്ചന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. കാരണം എൻ്റെ അപ്പച്ചൻ്റെ പേരിലുള്ള വീടും പറമ്പും 17 സെന്റ് ഭൂമിയും വീടും ഇന്ന് ജപ്തി ചെയ്യാനിരിക്കുകയായിരുന്നു. കോടതി ഉത്തരവ് വന്നിരിക്കുകയായിരുന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു, അച്ഛാ എൻ്റെ അപ്പച്ചൻ്റെ ഭൂമിയും വീടും അപ്പച്ചന് ജപ്തി ചെയ്ത് പോകാതിരിക്കാൻ അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന്. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അവസാന നിമിഷം ജപ്തി ദൈവം നീക്കി തരും, നീ ധൈര്യമായിട്ട് പ്രാർത്ഥിക്കുക, നാളെ നീ വന്ന് വചനം ശ്രവിക്കാൻ പറഞ്ഞു. ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച എൻ്റെ അപ്പച്ചനെയും കൂട്ടി ഇവിടെ വന്ന് അച്ഛൻ്റെ പ്രാർത്ഥനാ സഹായത്തോടെ ഞാൻ ഇവിടെ വന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ജെറുസലേം നാഥയോട് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ അപ്പച്ചൻ്റെ ജപ്തി എത്രയും പെട്ടെന്ന് നീക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് മറ്റു പലരുടെയും സഹായത്താൽ ഇന്ന് 5 മണിക്ക് ശേഷം നടക്കാനിരുന്ന ജപ്തി ഈശോ മാറ്റി തന്നു. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, കടക്കെണി ഇത് പിശാചിന്റെ ഒരു കെണിയാണ്, ഒരു ബന്ധനമാണ്. പല കുടുംബങ്ങളും ചിലപ്പോൾ ലോൺ എടുത്തിട്ടായിരിക്കാം, മറ്റേതെങ്കിലും കാര്യങ്ങളായിട്ട്
ജോളിയുടെ കരച്ചിൽ ഒരു വഴിയോരത്ത് നിന്നുകൊണ്ടാണ് ഞാൻ കേട്ടത്, പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, ഒരു പ്രേക്ഷിതരുടെ, ഒരു അമ്മയുടെ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് കരഞ്ഞു നിൽക്കുന്ന ജോളിയുടെ കണ്ണുനീര് കർത്താവ് കണ്ടു. കർത്താവ് കാണുന്ന കാഴ്ചകൾക്കാണ് അനുഗ്രഹം സംഭവിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കില്ല, കർത്താവിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണത്തിൽ. കാരണം ജോളിയുടെ ജീവിത പങ്കാളി ഒരു ഫുൾ ടൈം ഒരു ശുശ്രൂഷകനാണ്. എന്നും ആ ദൈവാലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ സ്നേഹത്തോടെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ജോളിയുടെ ഭർത്താവിന് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കണ്ടുമുട്ടിയത്, മനസ്സിലായത്. തീർച്ചയായിട്ടും കർത്താവിന് ചെയ്യുന്ന സേവനത്തിന് ജോളിയിലൂടെ കുടുംബത്തിന് നൽകിയ വലിയ സമ്മാനമായിരുന്നു ജപ്തി നോട്ടീസ് പിൻവലിക്കുക മാത്രമല്ല, കൊടുക്കാനുള്ളതെന്ന് കുറച്ച് അത് വിധി ഉണ്ടാവുകയാണ് ഉണ്ടായിരിക്കുന്നത്. കൈകളടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാം. നമുക്ക് കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. സാക്ഷ്യം നൽകുന്നു നഥാനിയേൽ. എൻ്റെ പേര് മിറാൻഡ. ഞാൻ സിംഗപ്പൂരാണ്. കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി. പക്ഷേ 6ാമത്തെ മാസം എനിക്ക് മിസ്കാരേജ് ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥന സഹായം തേടി. അപ്പോൾ അച്ഛനൊരു പ്രാർത്ഥന തന്നു, യേശുവെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിച്ച് സുഖപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന തന്നു. എന്നും ഞാനത് ചൊല്ലുമായിരുന്നു. പിന്നെ ഒരു ചോക്ലേറ്റും തന്നു, കഴിച്ചു. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ സിംഗപ്പൂരിൽ ഇരുന്ന് ലൈവ് പ്രോഗ്രാം കണ്ടു, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി യേശു ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. യേശുവെ നന്ദി. സിംഗപ്പൂരിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും മിരാന്ത ഈ കുടുംബം നമ്മുടെ ശുശ്രൂഷ ഓൺലൈനിലൂടെ കാണുകയാണ്. പലരോട് വന്നിട്ടുണ്ട് വെക്കേഷനിലൊക്കെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മിരാന്ത 3 വർഷക്കാലമുള്ള കാത്തിരിപ്പിന് ശേഷം ദൈവം നൽകിയ ഒരു സ്നേഹ സമ്മാനമാണ് ഇപ്പോൾ അൾത്താരിയിലിരിക്കുന്ന നഥാനിയേൽ. നമുക്ക് കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് നല്ല ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ജെറുസലേം വിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് ഇപ്പോൾ ആവശ്യപ്പെടുന്നു. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തില്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകൻ നാമത്തില്, രക്ഷകൻ നാമത്തില്. നിന്റെ അധ്വാനം വൃഥാവിലാകില്ല. പ്രിയപ്പെട്ടവരെ, ജെറുസലേമിലെ ഓൺലൈനിലൂടെ റേഡിയോയും അതുപോലെ തന്നെ വിഷനും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്, നിങ്ങൾ കൊടുക്കുന്ന ഈ ത്യാഗത്തിന് ദൈവം പ്രതിഫലം തരും. അതിലൊരു സാക്ഷ്യമാണ് ഇപ്പോൾ സിംഗപ്പൂരിൽ നിന്നും സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന നഥാനിയേൽ കുഞ്ഞിന്റെ സാക്ഷ്യം നമ്മൾ കേട്ടത്. ഇതാ ഒരു സാക്ഷ്യം കൂടിയും. എൻ്റെ പേര് ഹെലൻ രാജേഷ്, കൊച്ചിൻ്റെ പേര് ഇരൈ രാജേഷ്. ഞങ്ങളുടെ വീട് ചെറുകടപ്പുറം പറവൂർ ഭാഗം. 2012 മാസത്തിലെ 3-ാം ഞായറാഴ്ചയിൽ ഇവിടെ നടക്കുന്ന ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളുടെ ഒരു ദിവസത്തെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ വന്ന് ഞാനും ഭർത്താവും പങ്കെടുക്കുകയും അതിനുശേഷം ട്രീറ്റ്മെൻ്റ് ഒന്നും കൂടാതെ തികച്ചും നോർമലായി ഞാൻ ഗർഭം ധരിക്കുകയും 2013 നവംബർ 23 പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. അതിന് ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. നന്ദി യേശുവേ, നന്ദി, സ്തോത്രം. 11 വർഷങ്ങൾക്ക് ശേഷം ജെറുസലേം വചന കൂടാരത്തിൽ എല്ലാ 3-ാം ഞായറാഴ്ചകളിലും രാവിലെ 9:30 മണി മുതൽ 1 മണി വരെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്കൊണ്ട് പ്രാർത്ഥന ഇവിടെ നടക്കുന്നുണ്ട്. ചിലർക്ക് അറിയില്ലായിരിക്കാം. ഇത് ഇവിടെ പരസ്യമായി പറയുന്നത് ഇപ്രകാരം വേദനിക്കുന്ന മക്കളെ നിങ്ങളൊന്ന് അറിയിക്കുക. കുടുംബത്തിരുന്ന് വേദനിച്ച് കഴിയുന്ന കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ട്. 11 വർഷക്കാലത്തെ കണ്ണുനീരിന് ഉത്തരമാണ് 3-ാം ഞായറാഴ്ചയിൽ നടക്കുന്ന കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുടെ പ്രാർത്ഥന. ഒറ്റ പ്രാവശ്യം ദൂരത്തു നിന്നും ഇവിടെ വന്ന് പങ്കെടുക്കുകയാണ്. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. പേരെന്താ മോളുടെ പേരെന്ന്? ഹെലൻ രാജേഷ്. ഭർത്താവിന്റെ പേരോ? രാജേഷ് ആൻഡ്രോ പനക്കൽ. പ്രിയപ്പെട്ടവരെ, ഹെലന്റെയും ജീവിത പങ്കാളിയിലും പ്രാർത്ഥന ദൈവം കേട്ടതിന്റെ ഒരു അടയാളമാണ് ഇപ്പോൾ കയ്യിലിരിക്കുന്ന ഇറൈ രാജ്. വിശ്വസിക്കുക, തീക്ഷണോടെ പ്രാർത്ഥിക്കുക, ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുക.
അവിടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താൻ, കരങ്ങൾ ഉയർത്തിയടിച്ച് ദൈവത്തെ പാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ